സീക്രട്ട് ഹോം പടം കണ്ടു. അതായത് പടം എനിക്കിത് ഒരു ഫാമിലി സ്റ്റോറി ആയിട്ട് ഞാൻ ആ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സീക്രട്ട് ഹോം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ഒരു ഇമോഷണൽ ടച്ചായ ഒരു കഥയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു കഥയല്ല. ഇത് ഫാമിലി കഥ തന്നെയാണ്. പക്ഷെ അതിൽ ക്രൈംസ് ഒരു ക്രൈമിൻ്റെ ഒരു ഇതും കൂടി വന്ന കാരണേ അതൊക്കെ രസമായിരിക്കുന്നുണ്ട്. അതായത് സീറ്റഡ് ത്രില്ലർ എന്ന് പറയില്ലേ, ആ സംഭവമാണ് തിയേറ്ററിൽ നിന്ന് എനിക്കത് കണ്ടിട്ട് ഫീൽ ചെയ്തത്. അതായത് ഗംഭീര പടമെന്ന് ഞാൻ പറയാം. അത് ക്യാമറയൊക്കെ നല്ല കിടിലം വർക്ക്, ക്യാമറ വർക്കൊക്കെ നല്ല കിടിലം. അതേപോലെ തന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിടുക്കി ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ആക്ടേഴ്സിൻ്റെ പേര് അങ്ങനെ അറിയാവുന്ന മറ്റേ മാലാപാർവതിയും പിന്നെ അതേപോലെ ചന്തുമേനോനും മറ്റേ ഫെബ്രുവരി 14 ആ പടത്തിലെ മറ്റേ ഫിനിക്സ് പടത്തിലൊക്കെ ഉള്ള ആ പുള്ളി രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിലെ BGM ഒക്കെ അത് എടുത്ത് നിൽക്കുന്നുണ്ട്. അതിൽ ഈ പടത്തിൽ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സോങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീല് തന്നെ ആ സോങ്ങാണ്. എന്തുകൊണ്ടും ഒരു തിയേറ്റർ ഷെഫായിട്ട് എനിക്ക് തോന്നി. അതായത് തിയേറ്ററിൽ ബോറടിക്കാണ്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. അങ്ങനെയാണ് സീക്രട്ട് ഹോമിനെ കണ്ടത്. ഈ പടത്തിനൊന്നും അധികം പ്രൊമോഷനും കാര്യങ്ങളും ഇല്ല. പിന്നെ തിയേറ്ററും കുറവാണ്. ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് അത് പ്രൊമോട്ട് ചെയ്യേണ്ട പടങ്ങൾ എന്ന് എനിക്ക് തോന്നി. കണ്ടിട്ട് എനിക്ക് യാതൊരു വിധ മടുപ്പും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ആ കഥയുടെ ഇതായിരിക്കും. കഥ ഫാമിലി കഥ മാത്രമല്ല, ക്രൈം സ്റ്റോറി, ക്രൈം ത്രില്ലറും കൂടി ആകുമ്പോൾ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള സംഭവമുണ്ട്, കണ്ടു നോക്കുക. ശരി.